Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള കേക്ക് വ്ലോഗാണ്. അപ്പോൾ കേക്കിൻ്റെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യണത് ഒരു ടയർ കേക്കാണ്, 3 ടയർ കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴത്തെ കേക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് 9 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് റോസറ്റ ഡിസൈനാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ബസൂക്ക പിങ്ക് ആണ് കേട്ടോ. അത് കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പിങ്ക് കളറാണ് ഇതിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ സൈഡിൽ ഫുള്ള് റോസറ്റ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് സ്റ്റാക്കിങ് ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാക്കിങ് ചെയ്യുന്ന സമയത്ത് അത് കേട് വരും ആ ഒരു ഡിസൈന്. അപ്പോൾ ലാസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ക്രീമും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടുള്ള ടയറാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഇത് 7 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് 1 kg ആണ്. 7 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ഇതും സെയിം ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്ത കേക്ക് 1.5 കിലോ കേക്കാണ്. 9 ഇഞ്ചിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നുള്ളത് 7. പിന്നെ ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് ചെയ്യുന്ന കേക്കാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് 4 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് 1/2 kg ആണ് വെയിറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ റോസ് ഫ്ലവറൊക്കെ ചെയ്യുന്ന നോസിലില്ലേ, ആ ഒരു നോസിൽ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കേക്കിൻ്റെ ഫൈനൽ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. മുകളിലുള്ളത് 3 കേക്കും ടയർ കേക്കിനുള്ളതാണ്. അതുപോലെ തന്നെ താഴെയുള്ള കേക്ക് 3 ഫ്ലേവറിലുള്ള കേക്കുകളാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് കേക്കും അതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് തലേ ദിവസം രാത്രിയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഓവനിലാണ് വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഓപ്പൺ ആക്കി വെക്കണതിനേക്കാളും അല്ല ഫ്രിഡ്ജിൽ വെക്കണതിനേക്കാളൊക്കെ നല്ല ഈ ഒരു ഓവൻ്റെ അകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും മടിയുള്ള കാര്യം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ ഒരു കാര്യമാണ് ക്ലീനിങ് കേട്ടോ. പിന്നെ ഈ വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴുകാതെ കിടക്കാറില്ല കേട്ടോ. കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിറയെ ഉറുമ്പായിരിക്കും. അപ്പോൾ ഇപ്പോൾ രാവിലെയാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. രാവിലെ തന്നെ ഞാൻ വൈകിട്ട് കൊടുക്കാനുള്ളതായിരുന്നു ടേബിൾ സെറ്റ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ രാവിലെ ഈ ഒരു കേക്കിനെ എന്താ പറയുക ഗണേശൊക്കെ മിക്സ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കണുള്ളൂ. കുറേ ടൈം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നല്ല കൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഫോണ്ടൻറ്റ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കേക്കിൽ ഫോണ്ടൻറ്റ് വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ഞാനിവിടെ 1 kgയിലുള്ള ഒരു ടോൾ കേക്കാണ് അത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ 7 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഗോൾഡൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് യുവാപ്രെക്സിൽ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതാണ്. മാനുവൽ എയർ ബ്രഷ് വെച്ചിട്ട് കേട്ടോ. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലായിട്ട്. പിന്നെ മുകൾ ഭാഗത്തും അതുപോലെ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ടൊരു ലൈൻസ് പോലെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇത് ഒരു ബ്രൈഡ് ടു ബിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കപ്പ് കേക്കും സിക്കിൾസും അതുപോലെ തന്നെ പോപ്സും ഉള്ളത്. പിന്നെ ഞാനിവിടെ ടയർ കേക്കിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടയർ കേക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഈ ഒരു വ്ളോഗിൽ കാണിച്ചതാണ് കേട്ടോ. അതും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഫോണ്ടൻറ്റ് വർക്കൊക്കെ ഞാനിവിടെ ഈ ഒരു കേക്കിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ടോട്ടലി 2 kg ആണ് വെയിറ്റ് വന്നിട്ടുള്ളത്. വേഞ്ചും ആണ് കേട്ടോ ഫ്ലേവർ വന്നിട്ടുള്ളത്. 7 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത്. അതാണ് കുറച്ച് ഹൈറ്റ് കുറഞ്ഞതുപോലെ തോന്നുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുമ്പോൾ കൂടുതൽ ഹൈറ്റിൽ കൊടുക്കാൻ കഴിയില്ല. പിന്നെ അത് ലോങ്ങിലേക്കുള്ള ഡെലിവറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഹൈറ്റിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കും ഉണ്ട്. ഇത് 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇതെല്ലാം ലോങ്ങിലേക്കുള്ള ഡെലിവറി ആയ കാരണം കൂടുതൽ ഹൈറ്റിൽ കൊടുക്കാതെ കുറച്ചൊന്ന് ഹൈറ്റ് കുറച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സ് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഹാമ്പർ പോലെ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 3 കൂടി ഒരു കസ്റ്റമറിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ലോങ് ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈറ്റ് കുറച്ചിട്ടൊന്ന് ഫ്ലാറ്റ് ആക്കിയിട്ടുള്ള കേക്കൊക്കെ ചെയ്യുക. ഹൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കേണ്ട, ലോങ് ഡെലിവറിക്ക് എങ്ങനെ കേക്ക് ഡെലിവറി ചെയ്യേണ്ടതെന്നൊക്കെ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എങ്ങനെ കേക്ക് സേഫായിട്ട് ലോങ് ഡെലിവറി ചെയ്യാമെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കേക്ക് ഡെലിവറി ചെയ്തിട്ടാണ്. പിന്നെ അതിൻ്റെ ശേഷം ഞാനിവിടെ ടയർ കേക്കിനെ സെറ്റ് ചെയ്യണേ. അപ്പോൾ എന്താ പറയുക, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. നമ്മളിപ്പോൾ എന്തിനാണ് ഫ്രിഡ്ജിൻ്റെ അകത്ത് ന്യൂസ് പേപ്പർ വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമ്മളെപ്പോഴും കേക്ക് ഓർഡറൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ തിരക്ക് പിടിച്ചിട്ടായിരിക്കുമല്ലേ വർക്കൊക്കെ ചെയ്യുക. അപ്പോൾ ഫ്രിഡ്ജ് പെട്ടെന്ന് തുറക്കലും എടുക്കലും അത് അവിടെയും ഇവിടെയൊക്കെ ആയിരിക്കും വെക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ക്രീമും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഈ ഫ്രിഡ്ജിലൊക്കെ ആയിട്ട് എപ്പോഴും അധികം നീറ്റില്ലാത്തൊരു ഫ്രിഡ്ജായിട്ട് ഇരിക്കുക. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ന്യൂസ് പേപ്പർ താഴെ വിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ട്രേയിൽ വിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് എളുപ്പമായിരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ അധികം കച്ചറൊന്നും പറ്റി പിടിക്കില്ല. അപ്പോൾ കച്ചറൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ന്യൂസ് പേപ്പർ മാറ്റിയിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ കൂളിംഗ് ഒക്കെ നല്ലപോലെ തന്നെ നടക്കും കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടയർ കേക്കിനെ ഞാനിവിടെ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യണതാണ്. എല്ലാ കാര്യങ്ങളും തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ടൊന്നും ഞാൻ കാണിക്കണില്ല. സെപ്പറേറ്റ് വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഹെൽപ്ഫുൾ ആവുള്ളൂ. ഈ ഒരു വ്ളോഗിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ടിപ്സും കാര്യങ്ങളൊന്നും എനിക്ക് ചിലപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. കൂടുതൽ ലെങ്തി ആയിട്ട് പോവുകയാണ് വീഡിയോ. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മളിപ്പോൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു ടയർ കേക്കിൻ്റെ മുകളിലായിട്ട് ഞാനൊരു സ്റ്റിക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ബാർബിൻ്റെ ഒരു സ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് 3 kg ആണ്. പിന്നെ അതുപോലെ തന്നെ ഫ്ലേവർ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിലെ ഉള്ള ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ആങ്ങളുടെ മോളെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ ബ്രൈഡ് ടു ബിക്ക് ഉണ്ടായിരുന്ന പോപ്സും സീക്രട്സും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ലൈറ്റ് പോണതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഫോട്ടോസൊക്കെ എടുക്കൽ പ്രത്യേകം ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. ലൈറ്റ് പോയിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം നമ്മളിപ്പോൾ നല്ല ഭംഗിയിൽ ചെയ്ത കേക്കാണെങ്കിൽ പോലും അതൊരു ഭംഗിയായിട്ട് തോന്നില്ല, ലൈറ്റ് ഇല്ലാത്ത കാരണം കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ അതിൻ്റെ ശേഷം എന്താ പറയുക, ആങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ വെച്ചിട്ടാണ് കേക്ക് കട്ടിംഗ് ഒക്കെ ഉള്ളത്. അപ്പോൾ ആങ്ങളുടെ മൂത്ത മോളാണ് കേട്ടോ ഇത്. ഇവളുടെ ബർത്ത്ഡേക്കാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യണതാണ്. എല്ലാ കാര്യങ്ങളും അതിൽ പറയാം കേട്ടോ. ഇത് ഇവിടുന്ന് വാങ്ങിച്ച സ്റ്റിക്ക് എന്നുള്ളതും എല്ലാ കാര്യങ്ങളും അതിൽ ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോരാനുള്ളതാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, ഒരു തിരക്കായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്